എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ ഈ ഒരു vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു +1ൻ്റെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആർക്കൊക്കെയാണ് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ലഭിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അലോട്ട്മെൻറ്റിനായിട്ട് അപേക്ഷിച്ച് അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികളുണ്ടാകും. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ ടെമ്പററി ആയിട്ടോ അല്ലെങ്കിൽ പെർമനൻ്റ് ആയിട്ടോ ആണ് അഡ്മിഷൻ നേടിയിട്ടുള്ളത്. അങ്ങനെ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികളിൽ ആരുടെയൊക്കെ ഓപ്ഷനുകളിലാണ് ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിയിട്ടുണ്ട്, അതിൽ ബാക്കിയുള്ളത് 1 മുതൽ 4 വരെയുള്ള ഓപ്ഷനുകളാണ്. അപ്പോൾ അങ്ങനെയുള്ളതിനെയാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള മറ്റ് ഓപ്ഷൻ 5ാമത്തെ ഓപ്ഷൻ താഴെയുള്ളത് 6, 7, 8, 9 ഇങ്ങനെ ഓപ്ഷനുകളുണ്ടെങ്കിൽ അതൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ അതിന് മുകളിലുള്ള കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഹയർ ഓപ്ഷൻ നിർത്തിയിട്ടുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടാതിരിക്കുകയും ചെയ്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത് ആയിരിക്കില്ല. അതായത് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്ന് പിന്നീട് നിങ്ങളെ പരിഗണിക്കപ്പെടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു അലോട്ട്മെൻറ്റ് കിട്ടത്തില്ല. ബാക്കിയുള്ളവർക്ക് അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അതായത് അഡ്മിഷൻ നേടാത്ത വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് അലോട്ട്മെൻറ്റ് ലഭിക്കാതിരിക്കുകയോ ബാക്കിയുള്ള എല്ലാവർക്കും അലോട്ട്മെൻറ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത ശേഷം ഇവിടെ കാണാൻ സാധിക്കും, നാളെ കാണാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് എന്നുള്ളതിന് പകരം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെയാണ് ഈ ഒരു പേജിലേക്കാണ് പോവുക. ഇവിടെ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള അപേക്ഷ നൽകുന്ന സമയത്ത് നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പാസ്വേഡ് ചോദിക്കുന്നുണ്ട്. പാസ്വേഡ് എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറാണ് യൂസർ നെയിം എന്ന് പറയുന്നത്. പാസ്വേഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ അപേക്ഷയുടെ പാസ്വേഡാണ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ സ്ക്രീനിൽ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാൻ പറ്റും. അതായത് ഇവിടെ നിങ്ങൾക്ക് കാണാം, അപ്പോൾ ഇതാണ് ക്യാപ്ച എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒരു ന്യൂ ബട്ടൺ ഉണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ക്യാപ്ച ചേഞ്ച് ആവുന്നതായിരിക്കും. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് അത് ചേഞ്ച് ആയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇത് കൃത്യമായിട്ട് കൊടുക്കുക. ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത ശേഷം നിങ്ങൾ പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫോർഗോട്ട് പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് വന്നിട്ടുണ്ടാകും. അതായത് ഇവിടെ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് കൃത്യമായിട്ട് മനസ്സിലാവുന്ന സമയത്ത് കൃത്യമായിട്ട് ഇവിടെ ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത്, അതായത് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അടുത്ത പേജിൽ നൽകുക. അപ്പോൾ അത് നൽകിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പാസ്വേഡ് റീസെറ്റ് ചെയ്ത് കൊടുക്കാനും അത് പുതിയ പാസ്വേഡ് കൊടുക്കാനായിട്ട് 2 ബോക്സുകൾ വരും. അത് കൃത്യമായിട്ട് സെയിം പാസ്വേഡ് തന്നെ 2 ബോക്സിലും ടൈപ്പ് ചെയ്ത് കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് അല്ലെങ്കിൽ സേവ് അപ്ഡേറ്റ് എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ എന്താണ് ആ ഒരു സ്ക്രീനിൽ കാണുന്നത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള ഈ ഒരു പേജിലേക്ക് നിങ്ങൾ വരിക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു അതായത് നിങ്ങളുടെ യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറാണ്. ആ ഒരു മൊബൈൽ നമ്പറും അതോടൊപ്പം തന്നെ നിങ്ങളുടെ പാസ്വേഡും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണുന്ന ആ ഒരു കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം. നിങ്ങൾ എന്താണോ സ്ക്രീനിൽ കാണുന്നത് ആ ഒരു സമയം കാണുന്നത് അത് കൃത്യമായിട്ട് ടെക്സ്റ്റ് ഫ്രം ഇമേജ് എന്നുള്ള ഭാഗത്ത് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്നതോടുകൂടി വിദ്യാർത്ഥികൾക്ക് കൺഗ്രാജുലേഷൻസ് യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് മനസ്സിലാക്കാം. അതേസമയം സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്നാണെങ്കിൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലാക്കാം. അതുപോലെ സോറി യു ഹാവ് നോ ചേഞ്ച് എന്നാണെങ്കിൽ നോ ചേഞ്ച് എന്നുള്ളതിന് അർത്ഥം വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു എന്നാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ളൊരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്തും അടുത്ത പേജിലേക്ക് പോകുന്നതാണ്. അടുത്ത പേജിൽ നിങ്ങൾക്ക് വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ കാണാം. അതുപോലെ തന്നെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ടും കാണാൻ പറ്റും. അപ്പോൾ വ്യൂ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ വ്യൂ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക്, അതായത് നിങ്ങളുടെ ഓപ്ഷൻ ലിസ്റ്റിൽ ബാക്കിയുള്ള ഓപ്ഷനുകൾ ഏതൊക്കെയാണ് അതിനടുത്ത അലോട്ട്മെൻറ്റ് കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ്
റാങ്ക് ഡീറ്റെയിൽസ് നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങളുടെ ലാസ്റ്റ് റാങ്ക് നോക്കിയിട്ട് അടുത്ത അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് മറ്റൊരു ഓപ്ഷൻ കിട്ടാൻ സാധ്യത ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന ആ ഒരു ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ പോയിട്ട് ഹയർ ഓപ്ഷൻ റദ്ദ് ചെയ്ത് പെർമനൻറ്റ് അഡ്മിഷൻ നേടാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു സീറ്റിൽ താൽക്കാലികമായിട്ടാണ് അഡ്മിഷൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫീസ് അടക്കാതെ ടെമ്പററി അഡ്മിഷൻ നേടാവുന്നതുമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിൽ ഇഷ്ടമുള്ള സ്കൂൾ കോഴ്സ് അലോട്ട്മെൻറ്റായിട്ട് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.